നമ്മൾ ഇനി പോകുന്നത് ഫോക്കസ് നമ്പർ 2 ധർമ്മസ്ഥലയിൽ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് തലയോട്ടിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ അസ്ഥികൂട ഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയെന്ന വലിയ നിർണായകമായ വിവരങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും വരികയാണ്. നേരത്തെ പോയിന്റ് 6 നിന്ന് കണ്ടെത്തിയത് പുരുഷന്റെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളാണ്, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണ് എന്ന തരത്തിൽ പ്രാഥമിക വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അത് പോയിന്റ് 6 നിന്നാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 33 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളാണ് അത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, ഇന്ന് കിട്ടിയ അസ്ഥികൂട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് പോയിന്റ് ചെയ്യാത്ത, മാർക്ക് ചെയ്യാത്ത ഇടത്തു നിന്നാണ് ഇന്ന് അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത്. തലയോട്ടിയുടേതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭ്യമാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്വകാര്യ പുരയിടത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്താനുള്ള നീക്കങ്ങളും SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടും ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് KB ബൈജു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. KB ബൈജു, ഇന്നും വളരെ നിർണായകമായ ചില വിവരങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, തലയോട്ടിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ വസ്തുവിൽ കൂടി പരിശോധന നീക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? മാത്രവുമല്ല, ഇന്ന് പോയിന്റ് ചെയ്യാത്ത ഇടത്തു നിന്നാണ് ഈ അസ്ഥികൂട ഭാഗങ്ങൾ ലഭിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുകയാണോ SIT? തീർച്ചയായും രേണുക, ഇന്ന് ഏറ്റവും പ്രധാനം 11ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തേണ്ടത്. അതായത് ഇനി 11 മുതൽ 13 വരെയാണ് മാർക്ക് ചെയ്ത സ്ഥലങ്ങളുള്ളത്. പക്ഷേ ഇതൊരു സർപ്രൈസ് സ്പോട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് അസ്ഥികൂടങ്ങൾ, തലയോട്ടി ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ദിവസമായി ഇന്ന് മാറുന്നത്. 11ാം സ്പോട്ടിലേക്ക് 11 മണിയോടുകൂടി ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് സംഘം എത്തുന്നു. പക്ഷേ അവിടെ പരിശോധന നടത്താതെ നേരെ വനത്തിനകത്തേക്ക് കയറി പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. 4 മണിയോടുകൂടിയാണ് ന്യൂസ് 18 ആ വിവരം, ആ ബിഗ് ബ്രേക്കിംഗ് പുറത്തുവിടുന്നത്. അതായത് ഇതിനകത്ത് നിന്നും 100 അടിയോളം ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ കുഴിച്ചപ്പോൾ വലിയ തോതിൽ ഒന്നിലധികം നിരവധി ഇത്തരത്തിൽ അസ്ഥികൂടങ്ങൾ, തലയോട്ടികൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നിലധികം എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അത് ഏതായാലും ഇതെല്ലാം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. SITയുടെ ഭാഗത്ത് നിന്ന് തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി 3 സ്പോട്ടുകൾ മാത്രമാണ് പരിശോധന ബാക്കിയുള്ളത്. ആ 3 സ്പോട്ടിലും പരിശോധന നടത്താതെ ഇത്തരത്തിൽ പുതിയൊരു സ്ഥലം, ഇനി എത്ര ഇതുപോലെ സർപ്രൈസ് സ്പോട്ടുകളുണ്ട് അതും പ്രധാനമാണ്. SITയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃത്യമായൊരു വിവരം നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്നു. ഇനി ഇതിൽ എത്ര മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ ഇനി പുറത്തറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേണുക സൂചിപ്പിച്ചതിൽ തന്നെയാണ്, ഇതിൽ ഫോറൻസിക്കിന്റെ പ്രാഥമിക പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. അതിൽ 33 35 വയസ്സിൽ ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ പൂർണ്ണ അസ്ഥികൂടം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഇനി ഏത് സമയത്താണ് കൊല്ലപ്പെട്ടത്, ഏത് വർഷത്താണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്, അത്തരം കാര്യങ്ങൾ ഇനി വൈകും പൂർണ്ണമായ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 14ഉം 15ഉം പോയിന്റ് ഉള്ളത് മാർക്ക് ചെയ്യാൻ പോകേണ്ടത് ഇതിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലാണ്. ആ ഇടത്തുകൂടി SIT പരിശോധന വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഈ കേസിനെ ഏറ്റവും ഗൗരവപൂർവ്വമാക്കുന്നത്. എന്തായാലും SITയുടെ നീക്കങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച്, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിൽ, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന രീതിയിലാണ് ധർമ്മസ്ഥല അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത് 6ാം ദിനമാണ് SITയുടെ കുഴിച്ചു പരിശോധന നടക്കുന്നത്. അപ്പോഴേക്കും തന്നെ ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൂടി എത്തുന്നതോടുകൂടി ഈ വനമേഖലകളിലും അതുപോലെ തന്നെ നേത്രാവതി പൊടിയോരത്തുമൊക്കെ വ്യാപക പരിശോധന നടത്താനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ഇന്ന് ലഭിക്കുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെയുള്ള പരിശോധനയാണ് ഇന്ന് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വനത്തിനകത്ത് വലിയ തോതിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT സംഘം ഇന്ന് കടക്കുകയും
അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ഇത്തരത്തിൽ അവശിഷ്ടം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി ഈ സംഘം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് 6:30 ഈ പരിശോധന നിർത്തുമോ, അതല്ല കുറച്ച് രാത്രി കൂടി പരിശോധന നീളുമോ, ഇനി എന്തൊക്കെ അവിടെ നിന്നും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അത്തരം വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും ഇന്ന് വളരെ നിർണായക ദിനമെന്ന് പറയേണ്ടി വരും. കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ ഇന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വന്ന ഒരു ദിവസം കൂടിയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തുവരുന്നത്. ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസം എന്നതാണ് KV ബൈജു സൂചിപ്പിക്കുന്നത്. എന്നത്തെയും പോലെ അതേസമയം തന്നെ ഒരു പക്ഷേ ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുക ഇല്ല എന്ന കാര്യം കൂടി ബൈജു ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തെരച്ചിൽ നീണ്ടുപോകും. അപ്രതീക്ഷിതമായിട്ടാണ്, നേരത്തെ പോയിന്റ് ചെയ്യാത്ത ഇടത്തു നിന്നാണ് ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത്, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥലയിലെ തെരച്ചിലും മാറുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. എന്തായാലും ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് അപ്പോൾ എത്തിക്കാൻ KV ബൈജു ധർമ്മസ്ഥലയിൽ തുടരുന്നുണ്ട്. ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ വസ്തുവിന്റെ ഭാഗത്തൊക്കെ നടക്കുന്ന തെരച്ചിൽ വളരെ നിർണായകമാകും എന്നതാണ് KV ബൈജു അവിടെ നിന്ന് നൽകുന്ന വിവരം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സത്യം ഒരു നാൾ പുറത്തു വരും എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ചേർത്തലയിലും ധർമ്മസ്ഥലയിലും ഇപ്പോൾ നടക്കുന്ന തെരച്ചിലുകൾ.